ആസാദിന് അഭയം നൽകിയ മരത്തെ രാജ്യസ്നേഹികൾ പവിത്രമായി കണ്ട് ആദരിച്ചു. ആ മരത്തിലേറ്റ വെടിയുണ്ടകളുടെ പാടുകളിൽ സിന്ദൂരം ചാർത്തി ജനങ്ങൾ ആരാധിച്ചു. അലഹബാദിലെ ആൽഫ്രഡ് പാർക്ക് ആസാദ് പാർക്കായി. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം പൂജാമുറികളിൽ വെച്ച് സ്വാതന്ത്ര്യ ദേവതയായി കണ്ട് ജനങ്ങൾ പൂജിച്ചു. ചന്ദ്രശേഖർ ആസാദ് അനശ്വരനായി. കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് സ്വാതന്ത്ര്യ ബലിത്തീയിൽ ആ ജീവിതം ആഹുതി ചെയ്യപ്പെട്ടത്. മകനെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ആശങ്കപ്പെട്ട അമ്മയോട് ആ മകൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പട്ടടയിൽ നിന്ന് 1000 പേർ ഉയർത്തെഴുന്നേറ്റ് മാതൃഭൂമിക്കായി പോരാടും. ഭാരതമാതാവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത പോരാളിയുടെ അമ്മയായി നിങ്ങൾ അറിയപ്പെടും. ഒരിക്കൽ മാത്രം ബ്രിട്ടീഷുകാരന്റെ ചാട്ടവാർ ഏൽക്കേണ്ടി വന്ന ആ ധീരൻ ജീവിതാവസാനം വരെ അതിന്റെ പ്രതികാരം കാത്തു സൂക്ഷിച്ചു. ആസാദായി ജനിച്ചു, ആസാദായി ജീവിച്ചു, ആസാദായി തന്നെ മരിക്കുകയും ചെയ്തു. എന്തിനാണ് പുകയായി നീറി 1000 വർഷം ജീവിക്കുന്നത്? ഒരു നിമിഷം കത്തിജ്വലിക്കുന്നതല്ലേ യഥാർത്ഥ ജീവിതം. സ്വാതന്ത്ര്യാജ്ഞയിൽ കത്തിയെരിഞ്ഞ ആ ധീരദേശാഭിമാനിക്ക് പ്രണാമം.